എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു രാമായണ മാസത്തിന് പാഞ്ചജന്യം തുടക്കം കുറിച്ചിരിക്കുന്നു. പാഞ്ചജന്യം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവലിൻ്റെ 2ാം ദിവസത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുകയാണ്. ഈ മഹത്തരമായ രാമായണ മാസത്തിൽ നമുക്ക് രാമരസം പകരുവാനായി ഇവിടെ എത്തിച്ചേർന്ന മഹത് വ്യക്തികളെ അവതരിപ്പിക്കുവാൻ ലഭിച്ച ഈ ധന്യനിമിഷങ്ങൾ ഞാൻ പാഞ്ചജന്യത്തോട് കടപ്പെട്ടിരിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. രാമായണ ഗ്ലോബൽ ഫെസ്റ്റിവലിൻ്റെ ഈ തിരുനാളിൽ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുഭ ആരംഭം കുറിക്കാം. പ്രാർത്ഥനയ്ക്കായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ചിന്മയ വിദ്യാലയത്തിലെ കൊച്ചുമിടുക്കിയായ നിത്യ ചൈതന്യയാണ്. നിത്യ ചൈതന്യയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രാമ അഗോചര രാമ ആത്മയ രാമ അഗോചര രാമ ആനന്ദഘന മേഘ ജയ പൂർണകാമ ആനന്ദഘന മേഘ ജയ പൂർണകാമ ജയ ജയ രാമ ശ്രീ ജയ രാമ ജയ ജയ രാമ ശ്രീ ജയ രാമ ജയതി ജയ രാമ ജയ ജയ രാമ ജയതി ജയ രാമ ജയ ജയ രാമ സുന്ദര രാമ സച്ചിത രാമ സുന്ദര രാമ സച്ചിത രാമ രാമ മനോഹര രമണീയ കാമ രാമ മനോഹര രമണീയ കാമ വ്യാപതോ രാമ വ്യാപക രാമ വ്യാപതോ രാമ വ്യാപക രാമ 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 താരക ബ്രഹ്മ രാമ 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 താരക ബ്രഹ്മ സുലഭ രാമ ദുർലഭ രാമ സുലഭ രാമ ദുർലഭ രാമ യോഗി ജന മന മോഹന രാമ യോഗി ജന മന മോഹന രാമ ആദിതോ രാമ അനാദിതോ രാമ ആദിതോ രാമ അനാദിതോ രാമ ഏക ജനർജനി വിശ്രാമധാമ ഏക ജനർജനി വിശ്രാമധാമ ആത്മയ രാമ അഗോചര രാമ ആത്മയ രാമ അഗോചര രാമ ആനന്ദഘന മേഘ ജയ പൂർണകാമ ആനന്ദഘന മേഘ ജയ പൂർണകാമ. അടുത്തതായി പരിപാടിയുടെ അധ്യക്ഷനായ ഡോക്ടർ EMG നായർ അവർകളെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയമായ സാന്നിധ്യവും പൂർണ്ണമായ അനുഗ്രഹവും നമ്മുടെ ഈ ചടങ്ങിന് വളരെയേറെ പ്രയോജനകരമാകും. അദ്ദേഹത്തിനെ നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്തേ. പാഞ്ചജന്യം ഭാരതം സംഘടിപ്പിച്ചിരിക്കുന്ന ആഗോള രാമായണ മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഗുരുജനങ്ങൾക്കും
സഹോദരീ സഹോദരന്മാർക്കും സാദര നമസ്കാരം. ശ്രീരാമസാഗരം എന്ന പേരിൽ കഴിഞ്ഞ 5 വർഷമായി നാം രാമായണ മാസം സമുചിതമായി ആഘോഷിച്ചു വരികയാണ്. ഈ വർഷം അത് കൂടുതൽ വിപുലമായി ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ആഘോഷിക്കുവാനാണ് നമ്മുടെ തീരുമാനം. ഏതാണ്ട് 45 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1981 എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ തീരുമാനമായിരുന്നു എല്ലാ കർക്കിടക മാസവും രാമായണ മാസമായി ആചരിക്കുക എന്നുള്ളത്. സംഘടനാ പ്രവർത്തകരായിരുന്ന മാധവ്ജി, പരമേശ്വർജി, പൂജ്യ സ്വാമി ചിന്മയാനന്ദജി തുടങ്ങിയവരായിരുന്നു ആ സമ്മേളനത്തിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തികൾ. ആ പ്രഖ്യാപനത്തെ കേരളം സന്തോഷപൂർവ്വം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് നടന്ന ഓരോ കർക്കിടക മാസത്തിലും രാമായണ മാസമായി ആചരിക്കുകയും രാമായണവും രാമകഥയും കൂടുതൽ ഗൗരവത്തോടെ പഠനവിധേയമാക്കുകയും രാമായണ ചിന്തകൾ കൊണ്ട്, രാമായണ ശീലുകൾ കൊണ്ട് കേരളം നിറയുകയും ചെയ്തത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് പാരായണത്തിനും പഠനത്തിനും ചർച്ചയ്ക്കുമൊക്കെ മലയാളികൾ സ്വീകരിച്ചത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതൃസ്ഥാനീയനായി അംഗീകരിക്കപ്പെടുന്ന മഹാകവിയാണ്. മലയാളത്തിനും മലയാളിക്കും അദ്ദേഹം ചെയ്തു തന്നിട്ടുള്ള സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. ജാതി കൊണ്ട് ബ്രാഹ്മണനല്ലാതിരുന്ന എഴുത്തച്ഛൻ രാമായണം രചിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അദ്ദേഹം അനുഭവിച്ച രാമായണ രചനയ്ക്ക് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചുമൊക്കെ അക്കാര്യങ്ങൾ അടുത്തും ആഴത്തിലും അറിയുന്ന പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നമ്മളോട് വളരെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, 16-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം ധർമ്മഭ്രഷ്ടവും അനാചാര ദുരാചാരങ്ങളെ കൊണ്ട് കലുഷിതവും ആയിരുന്നു. ഈ സന്ദർഭത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിനും സംസ്കരണത്തിനുമായി എഴുത്തച്ഛൻ സ്വീകരിച്ചത് അധ്യാത്മരാമായണം കിളിപ്പാട്ടും അതിലെ രാമകഥയും ആയിരുന്നു. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ സാമൂഹ്യ പരിഷ്കരണത്തിനും സംസ്കരണത്തിനും ധർമാധിഷ്ഠിതമായൊരു സമൂഹ സൃഷ്ടിക്കും ഭക്തിയും ആധ്യാത്മികതയുമാണ് മറുമരുന്നായി എഴുത്തച്ഛൻ കണ്ടെത്തിയത്. അത് വിജയകരമാവുകയും ചെയ്തു. സമൂഹത്തിൽ ധർമ്മബോധം, വ്യക്തിചാരിത്ര്യം, സാഹോദര്യം, സൗഭ്രാത്രം, രാഷ്ട്രധർമ്മം, രാജധർമ്മം തുടങ്ങിയ ഉത്കൃഷ്ടങ്ങളായ മൂല്യങ്ങൾ സൃഷ്ടിക്കുവാൻ എഴുത്തച്ഛനും രാമായണത്തിനും കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. ജാതി കൊണ്ട് ബ്രാഹ്മണനല്ലാതിരുന്നിട്ടും കർമ്മം കൊണ്ടും ഗുണം കൊണ്ടും ബ്രഹ്മജ്ഞാനിയും
വേദജ്ഞനുമായ ഋഷിപ്രഭാവനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതുകൊണ്ട് തന്നെ മലയാളവുമുള്ളിടത്തോളം എഴുത്തച്ഛനും രാമായണവും സമാദരിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഇന്ന് ശ്രീരാമ കഥ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. രാമകഥ ഛന്ദോബദ്ധമായി കാവ്യമായി ലോകത്തിന് ആദ്യമായി സംഭാവന ചെയ്തത് വാൽമീകി മഹർഷിയാണ്. കാട്ടാളനായിരുന്ന മലവേടനായിരുന്ന രത്നാകരൻ സപ്തർഷികളുടെ ഉപദേശത്താൽ രാമമന്ത്രത്തിൻ്റെ പുരസ്ചരണം വഴി മഹാമഹർഷിയായ കഥയാണ് വാൽമീകിയുടേത്. രാമനാമത്തെ സദാ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ട് എന്ന് എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നുണ്ട്. വേടൻ വേദജ്ഞനും ബ്രഹ്മജ്ഞനുമായി തീർന്ന കഥയാണ് രാമായണത്തിൽ വാൽമീകിയിലൂടെ നാം കാണുന്നത്. ഇന്ന് ചില ആധുനിക വേടനാമധാരികൾ വേടരെ വേടരാക്കി തന്നെ നിലനിർത്താനും കുൽസിതമായ ജാതീയതയുടെ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ വീണ്ടും കൊണ്ടുവരുവാനും ശ്രമിക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ നാം കാണുകയാണ്. ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും മതതീവ്രവാദികളുടെയും ലക്ഷ്യം തങ്ങളുടെ അധികാരവും മതത്തിൻ്റെ സ്വാധീനവും നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിലാണ് രാമായണത്തിൻ്റെ ഗൗരവമായ പുനർവായനയും വിചിന്തനവും ആവശ്യമായി വന്നിരിക്കുന്നത്. അധർമ്മത്തിനും അനീതിക്കുമെതിരെയുള്ള കാഹളമാണ് വാൽമീകിയുടെ മാനിഷാദയിലൂടെ ലോകം ശ്രവിച്ചത്. കാമമോഹിതങ്ങളായി തമ്മിൽ കൊക്കും ചിറകുമുരുമ്മി തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി ഒന്നിച്ച് അങ്ങനെ മേവുന്ന ഇണക്കുരുവികളിൽ ഒന്നിനെ, ആൺപക്ഷിയെ നിഷ്കരുണം അമ്പ് എയ്ത് കൊന്ന വേടനെ നോക്കിക്കൊണ്ട് ആ അധർമ്മത്തിന് എതിരെയുള്ള കാഹളമായി കാട്ടാളനോടുള്ള കോപവും തൻ്റെ മനസ്സിൽ അങ്കുരിച്ച ശോകവും ഒന്നുചേർന്ന് കാട്ടാളനോടുള്ള ശാപവചനമായി പുറത്തു വരികയായിരുന്നു. കോകദ്വന്ദ്വ വിയോഗോത്ഥശോക ശ്ലോകത്വമാഗതം എന്ന് കാവ്യാദർശകാരനായ ദണ്ഡി സൂചിപ്പിക്കുന്നുണ്ട്. കോകദ്വന്ദ്വത്തിൻ്റെ വിയോഗത്തിൽ നിന്ന് മുദ്ധിതമായിരിക്കുന്ന കോപവും ശോകവും വാൽമീകിയിലൂടെ ശാപവചനമായി പുറത്തു വന്നു. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാദേകമവധീഹി കാമമോഹിതം. ഹേ നിഷാദ, ത്വം ശാശ്വതീ സമാഹ പ്രതിഷ്ഠാം മാ അഗമ. അല്ലയോ കാട്ടാള, നിനക്ക് നീ ഈ ദുഷ്കർമ്മം ചെയ്തതിനാൽ ലോകത്ത് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിക്കാതെ പോകട്ടെ. യത് ക്രൗഞ്ചമിഥുനാദേകമവധീഹി കാമമോഹിതം. യാതൊന്നുകൊണ്ടാണോ നീ കാമമോഹിതനായ ക്രൗഞ്ചമിഥുനത്തിൽ ഒന്നിനെ കൊന്നത്, അതുകൊണ്ട് നിനക്ക് ശാശ്വതമായ പ്രതിഷ്ഠ, മോക്ഷപ്രാപ്തി ലഭിക്കാതെ പോകട്ടെ. കാട്ടാളനോടുള്ള കോപത്തിൽ നിന്നുണ്ടായ ശാപവചനമാണിത്. അനുഷ്ടുപ് ഛന്ദസ്സിൽ തികച്ചും ഛന്ദോബദ്ധമായി ആദ്യമുണ്ടായ കാവ്യം
ആദ്യ കാവ്യത്തിൻ്റെ രചനയ്ക്ക് നിദാനമായ ശാപവചനങ്ങളാണ് ഛന്ദോബദ്ധമായി സരസ്വതീ വിലാസമായി വാൽമീകിയുടെ നാവിൽ നിന്ന് വന്നത്. നമുക്കറിയാം പിന്നീട് നടന്നത്, ബ്രഹ്മാവ് വാൽമീകിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഉച്ചരിച്ച ശാപവചനത്തിൽ രാമകഥ അന്തർലീനമായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയും അതേ ഛന്ദസ്സിൽ ശ്രീരാമകഥ എഴുതുവാൻ നിർദ്ദേശിക്കുകയുമുണ്ടായി. മാ നിഷാദ എന്നതിന് നിഷേധാത്മകമായ അർത്ഥമല്ല, മറിച്ച് മാ മഹാലക്ഷ്മി നിഷീദനം ചെയ്യുന്നവനെ, മഹാലക്ഷ്മിയോടുകൂടിയവനെ ശ്രീരാമചന്ദ്ര എന്നവിടെ അർത്ഥം വരും. ഹേ മാനിഷാദ, അല്ലയോ മഹാലക്ഷ്മി വല്ലഭനെ, ത്വം ശാശ്വതീ സമാഹ പ്രതിഷ്ഠാം അഗമ, അങ്ങേക്ക് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് ഈ ലോകത്ത് ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചു കഴിഞ്ഞു. എന്തെന്നാൽ ക്രൗഞ്ചമിഥുനത്തിൽ കാമമോഹിതനായ ഒന്നിനെ അങ്ങ് കൊന്നു. ഇവിടെ ക്രൗഞ്ച പക്ഷികളല്ല. ക്രുഞ്ച എന്നത് രാവണമാതാവായ കൈകസിയുടെ നാമമാണ്. അപ്പോൾ ക്രൗഞ്ചൻ രാവണനാണ് ക്രുഞ്ചയുടെ മകൻ. ക്രൗഞ്ചമിഥുനം രാവണനും മണ്ഡോദരിയും. അതിൽ കാമമോഹിതനായത് രാവണനാണ്. അതുകൊണ്ടാണല്ലോ സീതയെ അപഹരിച്ചത്. അങ്ങനെ ക്രൗഞ്ചമിഥുനത്തിൽ കാമമോഹിതനായ രാവണനെ കൊന്ന രാമചന്ദ്ര, അങ്ങേക്ക് ലോകത്തിൽ ശാശ്വതമായ പ്രതിഷ്ഠ ലഭിച്ചു എന്ന അർത്ഥം ഈ ഛന്ദോബദ്ധമായ ശാപോക്തിയിലുണ്ട് എന്ന് ബ്രഹ്മാവ് സൂചിപ്പിക്കുകയും തുടർന്ന് ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദനിൽ നിന്ന് രാമകഥയുടെ ഇതിവൃത്തം മനസ്സിലാക്കിയ വാൽമീകി മഹർഷി ലോകമെന്നും ആദരിക്കുന്ന, ആദികാവ്യമായി ആദരിക്കുന്ന രാമചരിതം രാമായണമായി ലോകത്തിന് സംഭാവന ചെയ്തു. ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യസന്ധനും ദൃഢവ്രതനും അങ്ങനെ ഗുണഗണങ്ങൾ നിറഞ്ഞ ഒരു ആദർശ പുരുഷനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ എന്ന വാൽമീകി മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇക്ഷ്വാകുവംശപ്രഭോ രാമോ നാമജനൈശ്രുത, ഇക്ഷ്വാകുവംശത്തിൽ പിറന്ന രാമനെന്ന് ജനങ്ങൾ വിളിക്കുന്ന രാമനെക്കുറിച്ച് അങ്ങ് അനുഗാനം ചെയ്താലും എന്ന് നാരദൻ പറയുന്നു. മുനേ വക്ഷ്യാമ്യഹം ബുദ്ധ്വാ തൈർയുക്ത ശ്രേതാം നര, അങ്ങ് പറഞ്ഞ ഗുണങ്ങളോടുകൂടിയ ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാക്കും ദൃഢവതനുമായ ഒരു വ്യക്തിത്വമാണ് ശ്രീരാമനെന്നും ധർമ്മത്തിൻ്റെ അവതാരമൂർത്തിയാണ് എന്നും നാരദൻ പറഞ്ഞനുസരിച്ച് ധർമ്മവിഗ്രഹമായ രാമനെ ലോകത്തിന് മുമ്പിൽ മര്യാദാ പുരുഷോത്തമനായി ധർമ്മവിഗ്രഹമായി വാൽമീകി അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും രാമായണത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും ചർച്ചകളും നടക്കേണ്ടതുണ്ട്. പാഞ്ചജന്യത്തിൻ്റെ ഈ പരിശ്രമവും തീർച്ചയായും അതിന് മുതൽ കൂട്ടുന്നതാണ്. ബ്രഹ്മാവ് സൂചിപ്പിച്ചതുപോലെ യാവസ്ഥാസ്യന്തിഗിരയ സരിതശ്ച മഹീതലേ താവദ് രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി. ലോകത്തിൽ പർവ്വതങ്ങളും നദികളും നിലനിൽക്കുന്നിടത്തോളം കാലം ലോകത്തിൽ രാമായണകഥ പ്രചരിക്കുക തന്നെ ചെയ്യും, നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും അതിനനുഗുണമായ പ്രവർത്തനങ്ങളിൽ നമുക്കും
സർവാത്മന ഇടപെടാം, മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി രാമായണ പാരായണം. രാമായണ പാരായണം ആ ദിവ്യകാവ്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു അനുഭവമാണ്. അത് ഈ പരിപാടിയുടെ ആത്മാവും കൂടിയാണ്. അടുത്തതായി രാമായണ പാരായണത്തിനായി ശ്രീമാൻ സനൽ പോറ്റി അവർകളെ സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ. ശ്രീരാമ രാമ ലോകാഭിരാമാജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി. ബാലകാന്ഡം. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്തേങ്കേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്കേണാങ്കാനനെ, യഥാ കാനനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലെ കാലെ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങും. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേ.
വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്ദുരശാപാദികൾ ധാത്യശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനി നാമാദ്യമായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാമണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി ദിവ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനു സ്വാഹാപതി വരതൻ പിതൃപതി നിവൃത്തി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മദിനപതി ഖേടനാപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. അടുത്തതായി പ്രഭാഷണമാണ്. നമ്മൾ ഏറെ നേരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മുഖ്യ അതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരവും സംവിധായകനും കഥാകൃത്തും തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറുമെല്ലാമായ ശ്രീ ബാലചന്ദ്ര മേനോൻ അവർകളാണ്. അദ്ദേഹം മലയാള സിനിമയുടെ ലോകത്ത് മാത്രമല്ല, സാഹിത്യത്തിലും ആത്മീയതയിലും ഏറെ ഇടം പിടിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ദൈർഘ്യമേറിയ അനുഭവങ്ങൾ അവകാശമായും ആത്മീയമായും നമുക്ക് ഈ ദിവസം ഏറെ സ്മരണീയമാക്കും. ശ്രീ ബാലചന്ദ്ര മേനോൻ അവർകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. രാമായണ മാസമായിട്ട് രാമായണത്തെപ്പറ്റി ഒരു 2 വാക്ക് പറയാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ. 2 വാക്കുകൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്ന ഒരു സംഗതിയല്ല രാമായണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രാമായണം തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് രാമായണം എന്ന് പറയുന്നത്. രാമായണം, ഇരുട്ട് മാറണം, അല്ലെങ്കിൽ രാമൻ്റെ അയനം, അങ്ങനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് രാമായണത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ രാമായണം അതിൻ്റെ ഒരു പ്രതി കൈ വെച്ചുകൊണ്ട് നമ്മുടെ രാമായണത്തെ അറിഞ്ഞു എന്ന് കാര്യമില്ല. രാമായണം പുസ്തകം കക്ഷത്തിലിരിപ്പുണ്ട്, അതിൻ്റെ അർത്ഥം രാമായണം അറിഞ്ഞു എന്നുള്ളതല്ല. അല്ലെങ്കിൽ രാമായണം ഒരു തവണ വായിച്ചതുകൊണ്ട് രാമായണം മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ എല്ലാം കുട്ടിപ്രായത്തിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ രാമായണ മാസമുള്ളപ്പോൾ ഞങ്ങളൊക്കെ തറവാട്ടിൽ രാമായണം വായിക്കാറുണ്ട്. ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ഇങ്ങനെ ആരംഭിക്കുക. അപ്പോൾ നമ്മളുടെ അപ്പോഴത്തെ ധാരണ ഇതങ്ങോട്ട് വായിക്കുമ്പോഴേക്കും പുണ്യം കിട്ടും എന്നുള്ളതാണ്. അല്ല വായിക്കുന്ന വരികളിലോ അല്ലെങ്കിൽ വരികൾക്കിടയിലുള്ള അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ ജീവിത അനുഭവങ്ങളൊക്കെ ഏറെ ഉണ്ടായി, നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ്
നെല്ലും പതിരും തിരിച്ചറിഞ്ഞ കഴിഞ്ഞൊരു ഘട്ടം വരുമല്ലോ ജീവിതത്തിൽ. സുഖവും ദുഃഖവും മിശ്രമായിട്ടുള്ള ജീവിതത്തെ മുഖതാവിൽ കണ്ട് നാം തന്നെ സ്വയം ഒരു ആർജവം സമ്പാദിച്ചു കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെ നടുവിലാണ് രാമായണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കിയ കഥയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അതായത് എല്ലാവർക്കും വരുന്നത് പോലെ ജാതകവശാൽ നല്ലതും ചീത്തയുമായ സമയങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെ എനിക്ക് ലേശം എന്താ പറയണ്ടേ, പ്രതികൂലമായ സാഹചര്യം വന്നൊരു ഘട്ടം വന്നു. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, എനിക്ക് സഹായിക്കുക എന്ന് പറയുന്നത്, അതായത് ആവശ്യമുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ഹോബിയാണ്. വിശക്കുന്നവനാണ് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, ഉറങ്ങണമെന്ന് പറയുന്നതിന് കട്ടിൽ വിരിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിഷ്കാമമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. ആകാശത്തൂടെ പോകുന്ന അടിയെ ഞാൻ ഏണിയിട്ട് പിടിക്കുകയാണെന്ന് എൻ്റെ കുടുംബക്കാരനെ കളിയാക്കാറുണ്ട്. പലയിടത്തും അടി കിട്ടിയിട്ടുണ്ട്. എന്നാലും സഹായിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് പോകാതിരിക്കാറ്. കാരണം ഒരു ജന്മം കിട്ടി, ഈ ജന്മം കൊണ്ട് ഇനി ഒരാൾക്ക് എന്താണ് പ്രയോജനം എന്നുള്ളതിലേക്ക് ആലോചിച്ചിട്ടാണ് ഞാൻ എൻ്റെ കരുക്കൾ നീക്കുക. അങ്ങനെ സഹായിച്ച ഏതാനും വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പം അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോശപ്പെട്ട സമയം വന്നപ്പോൾ അവരിൽ 1-2 പേരെങ്കിലും എന്നെ തള്ളിപ്പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുകയാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അയാളൊന്നുമല്ല, ഇതൊക്കെ ഞങ്ങളാണ് എന്ന രീതിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ മുഴുവൻ തമസ്കരിക്കുക എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും മജ്ജയും മാംസവും ഉണ്ടാക്കിയ മനുഷ്യനായതുകൊണ്ട് എനിക്കത് പക്ഷേ അങ്ങനെ പറയുമോ? അങ്ങനെ പറയാം, നമ്മളെല്ലാവരും അതാണല്ലോ. അങ്ങനെ അയാൾ പറയാൻ പാടുണ്ടോ എന്നൊക്കെ തോന്നും. ഞാനും സഹായിക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുത് എന്നുള്ള പ്രമാണമൊക്കെ പഠിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ തിരിച്ച് സഹായം ചെയ്തില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കരുത് എന്നൊരു ആഗ്രഹം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നാണ് ചിലത് മനസ്സിനെ നോവിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ വരെ ഏർപ്പാടായത് എന്നത് ഓർത്തപ്പോൾ എനിക്ക് മനസ്സിനല്പം ഈശ്വലുണ്ടായി എന്നുള്ള സത്യമാണ്. വേദനിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത് ഒരു രാമായണ മാസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് എന്തായാലും അവൻ എന്നോടത് അത് നമ്മളിങ്ങനെ കാർന്ന് തിന്നും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അത്രയും അവരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ ചെറുതായിട്ടാണെങ്കിലും നമ്മൾ നോവിക്കുമ്പോൾ നമുക്ക് വല്ലാതെ വേദന ഉണ്ടാവും. എന്നാൽ അത് അവനങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഞാനവൻ ഇതൊക്കെ ചെയ്തു കൊടുത്തതല്ലേ, എന്നിട്ട് അവൻ ചെയ്തല്ലോ എന്നിങ്ങനെ നമ്മളിങ്ങനെ മാന്തിപ്പറിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മേശപ്പുറത്ത് രാമായണം ഇരിപ്പുണ്ട്. കാരണം അത് വൈകുന്നേരം രാമായണ വായന ഉണ്ടോ അവിടെ. അപ്പം ഞാൻ കരുതി വെറുതെ മനസ്സമാധാനത്തിന് അത്രേ ഉള്ളൂ, വെറുതെ രാമായണം കയ്യിലെടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂട്ടി ചിന്ത പോയി. ലോകത്തെ എല്ലാ സാരാംശങ്ങളും അടങ്ങുന്ന ഒരു കാര്യം, ഒരു കൃതിയാണ് രാമായണം എന്നല്ലേ പറയുന്നത്. ആണല്ലോ. ആ നിലയ്ക്ക് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്കൊരു പരിഹാരം പറയാൻ രാമായണത്തിന് കഴിയൂ? ഒരു കുസൃതി ചോദ്യം എന്നോട്. അപ്പം നമ്മുടെ നാട്ടുകടപ്പുണ്ടല്ലോ, പകത്ത് വായിക്കുകയെന്ന്. മൊത്തം വായിക്കണ്ട, രാമായണം കയ്യിലെടുത്ത് നമ്മുടെ ഉദ്ദേശം വ്യക്തമാക്കി പറഞ്ഞതിന് ശേഷം പകത്ത് വായിക്കുക. 7 വരികൾ തള്ളി 7 അക്ഷരവും തള്ളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കൗതുകം പോലെ ഞാൻ രാമായണം കയ്യിലെടുത്തു. എൻ്റെ മനസ്സിൽ എനിക്കപ്പോൾ ഉണ്ടായ വേദന തന്നെയാണ് പ്രശ്നം. എന്നോട് അവനിത് ചെയ്തല്ലോ എന്നാ ദുഃഖം വെച്ചുകൊണ്ട് ഞാൻ ഈ രാമായണത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രാമായണത്തെ അങ്ങ് ശരിക്ക് ഇച്ഛാശക്തി എല്ലാം ഉപയോഗിച്ച് ഒന്ന് പകുത്തു. പകത്ത് ആ പേജ് നോക്കി. അവിടെ 7 വരികൾ തള്ളി 7 അക്ഷരവും തള്ളി ഞാൻ വായിച്ചു. ആ വായിച്ചതാണ് നമ്മൾ കാര്യമായിട്ടൊന്ന് ആലോചിക്കേണ്ടത്. എനിക്ക് വന്നത് പ്രത്യുപകാരം മറന്നേടിന പുരുഷൻ ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും. അപ്പോൾ എൻ്റെ പരാതി അതാണ്. ശരിക്കും പറഞ്ഞത് ഞാനൊരു ഉപകാരം ചെയ്തു, ആ ഉപകാരത്തിന് പ്രത്യുപകാരം ഞാൻ ചെയ്തിട്ടുള്ളത് അത് മറക്കുന്ന പുരുഷൻ, പ്രത്യുപകാരം മറന്നേടുന്ന പുരുഷൻ ചത്തതിലൊക്കുമേ ജീവിച്ചിരിക്കലും. രാമായണം എന്നോട് പറയുക, നീ ആരെപ്പറ്റി ചിന്തിക്കുന്നത്? മിസ്റ്റർ എക്സിനെ പറ്റിയാണോ? മിസ്റ്റർ വൈയെ പറ്റിയാണോ? അവർ ചത്തില്ലേ? അങ്ങനെയാണോ? ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ അവർക്കില്ല, അവർ മരിച്ചിരിക്കുന്നു, അവർ ശവശരീരങ്ങളാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ഈ പറഞ്ഞ ഒരു എക്സോ വൈയോ, അപ്പം പെട്ടെന്ന് എൻ്റെ സ്ക്രീനിൽ വരുന്നത് അവൻ BMW കാറോ അല്ല, വേണ്ട കൂട്ടി റോൾസ് റോയ്സ് ആയിക്കോട്ടെ ഓടിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഓടിക്കുന്നവനാണ്, പക്ഷെ അവൻ ഡെഡ് ബോഡിയാണ്, ചത്തിരിക്കുക, ജീവനില്ല. അതെനിക്കൊരു ഭയങ്കരമായ ആ ചിന്താഗതി, ഒരു ഭയങ്കര ഉണർവ് തന്നു. കാരണം എന്ത് നേടിയിട്ടെന്താ കാര്യം? നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടിയാലും
സചേതനമായിട്ടിരിക്കണം, ജീവനുള്ളതായിട്ടിരിക്കണം. നമ്മുടെ കാര്യങ്ങൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും ഒക്കെ ഒരു ആർജവം വേണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെ അല്ലാതെ ചത്തതിലൊക്കുമേ ഇരുന്നുള്ള അവസ്ഥ എന്താണ്? ആർക്കാനും വേണ്ടി ജീവിക്കുന്ന പോലാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പ്രത്യുപകാരം മറന്നിട്ടുണ്ടെങ്കിൽ അവൻ ജഡത്തിന് തുല്യമാണ് എന്ന് എന്നെ പഠിപ്പിച്ചത് രാമായണമാണ്. അപ്പോൾ എനിക്കെന്ത് പറ്റി? എനിക്ക് ഇവരോടൊന്നും വിരോധമില്ലാതായി. ആദ്യം കേട്ട അമർഷമെല്ലാം പോയി, പാവങ്ങൾ ജഡമല്ലേ. രാമായണമേ പറഞ്ഞിരിക്കുന്നു, അവൻ ചെയ്ത കാര്യങ്ങൾ മറന്നുപോയെങ്കിൽ, ഉപകാരം മറന്നുപോയെങ്കിൽ അവനെ മറക്കുക. കാരണം അവൻ ജഡമാണ്, അവൻ മനുഷ്യനല്ല. അവൻ രാവിലെ പെർഫ്യൂം അടിക്കുന്നുണ്ടായിരിക്കും, മുടി ചെയ്യുന്നുണ്ടായിരിക്കും, ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവൻ അറിയുന്നില്ല അവൻ ചത്തിരിക്കുകയാണ്. അങ്ങനെ ചത്തിരിക്കേണ്ട ഗതി വരാൻ പാടില്ല. ചത്തതിലുക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെ ജീവിക്കാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങളുണ്ടാവണം. അതിലേറ്റവും പ്രധാനപ്പെട്ട മൂല്യമെന്ന് പറയുന്നത് പ്രത്യുപകാരം. അത് ഓർക്കണം എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ തുറന്ന് ഞാൻ പറയാം, എന്നെ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ചത്, എന്നെ ആദ്യമായി സംഗീതം പഠിപ്പിച്ചത്, എനിക്ക് സിനിമയിൽ രംഗപ്രവേശം തന്നത്, എന്തിന് ആദ്യമായിട്ട് ഒരു ഉരുള ചോറ് എൻ്റെ വായിൽ വെച്ച് തന്നത്, എല്ലാം അങ്ങേയറ്റം നന്ദിയോട് ഓരോ നിമിഷവും ഓർക്കുന്നുള്ള ഞാൻ. അത് ഓർക്കണം. ഈ രാമായണ മാസത്തിൽ എനിക്ക് പകരാനുള്ള, പറയാനുള്ള, ചർച്ച ചെയ്യാനുള്ള ഏക വിഷയം എന്ന് പറയുന്നത് ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് വളർത്തിയെടുക്കണം, ഉണ്ടാകണം. നമുക്ക് മാത്രമല്ല, ഇന്ന് ഞാൻ പഠിച്ചത് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവരടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പങ്കിൽ മാത്രമേ മാനവരാശിക്ക് അർത്ഥമുള്ളൂ. നമുക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യാശിക്കാൻ വകയുള്ളൂ. ഈ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പങ്കുവെച്ചുകൊണ്ട് രാമായണ മാസത്തിൽ എല്ലാവർക്കും, എനിക്ക് ചുറ്റുമുള്ള നമ്മൾ എസ്പെഷ്യലി പ്രത്യേകിച്ചിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒന്നും ഇതിൻ്റെ അവസാനമല്ല, അങ്ങനെ അവസാനമുണ്ടാകാൻ പറ്റില്ല. ഇതിനെല്ലാം നമ്മൾ അതിജീവിക്കും. ആ അതിജീവനം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സമൃദ്ധിയോട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ശക്തിയും ശേഷിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ കാര്യത്തിനായിട്ട് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും നമ്മുടെ വേദിയിൽ എത്തുന്നത് സംഗീതത്തിൻ്റെ ഭാവവസന്തം ശ്രീമതി ഡോക്ടർ കമല ലക്ഷ്മി അവർകളാണ്. ലളിതഗാനത്തിലൂടെ ഭക്തിസാന്ദ്രതയുടെ ഒരു സ്നേഹയാത്രയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ലാളിത്യവും ഭക്തിയും കൈകോർത്ത് നമ്മുടെ മനസ്സിൽ നിറയ്ക്കാൻ വരുന്നു മറ്റാരുമല്ല, ശ്രീമതി ഡോക്ടർ കമല ലക്ഷ്മി അവർകൾ. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രീരാമസാഗരം ഗ്ലോബൽ രാമായണ ഫെസ്റ്റിവൽ ഇപ്പോൾ നടക്കുകയാണല്ലോ. ഈ രാമായണ മാസത്തിൽ ഞാനും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ലക്ഷ്മി ശ്രീകുമാർ. ഞാൻ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറിൻ്റെ മകളാണ്. ഞാനിപ്പോൾ ആലപിക്കാൻ പോകുന്നത് ഒരു ലളിത സംഗീതമാണ്. ഈ ലളിത സംഗീതം ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പ്രായമുള്ളവരെല്ലാം കേട്ടിരിക്കാൻ ഇടയുണ്ട്. അന്ന് റേഡിയോയുടെ ഒരു കാലഘട്ടമായിരുന്നല്ലോ, ഒരു 50 വർഷം മുമ്പൊക്കെ. ലളിത സംഗീത ശാഖയ്ക്ക് ഒരു മാനം നൽകിയ MG രാധാകൃഷ്ണൻ എന്ന എൻ്റെ അമ്മാവനാണ് ഈ ലളിത സംഗീതം കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. അന്ന് റേഡിയോയുടെ മുമ്പിലിരുന്ന് ലളിത സംഗീത പാഠം എഴുതിയെടുക്കുക എന്നത് ഒരു ചിട്ടയായി കൊണ്ട് കുട്ടികൾ നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലളിത സംഗീതം പാടിയത് യു മീര എന്ന് പറയുന്നൊരു ടീച്ചറാണ്. ഈ യു മീര എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റാണ്. അവരിപ്പം റിട്ടയർ ആയിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി. അപ്പോൾ എത്രമാത്രം പഴയ ലളിത സംഗീതമാണിതെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. ഇതിൻ്റെ സംഗീതം നൽകിയിരിക്കുന്നത് MG രാധാകൃഷ്ണൻ. രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ, എൻ്റെ രാഘവിലോലനെ കണ്ടോ,
രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഗവിലോലനെ കണ്ടോ ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ആരാധ്യദേവൻ തിരഞ്ഞു നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ കരഞ്ഞു രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഗവിലോലനെ കണ്ടോ ശിംശിപാവൃക്ഷ ചുവട്ടിൽ ഓരോ ദുഃഖവുമായി ഞാനിരിപ്പു ഗാനാമൃതം പകർന്നേകൂ നിന്റെ ഗാനത്തിൽ എന്നെ ഉറക്കൂ രാമായണക്കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഗവിലോലനെ കണ്ടോ എൻ്റെ രാഗവിലോലനെ കണ്ടോ. ഈ രാമായണ മാസം ശ്രീരാമചന്ദ്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അനുഭവങ്ങളും സദ്ഗുണങ്ങളും എല്ലാവിധമായ ഐശ്വര്യങ്ങളും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു. നന്ദി, നമസ്കാരം. അടുത്തതായി ഭരതനാട്യമാണ്. ഭാവങ്ങളിലൂടെയും ഭംഗിയിലൂടെയും രാമായണത്തെ നമുക്ക് കാണിച്ചു തരുന്ന ഭരതനാട്യം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുമത നായർ. ഡോക്ടർ സുമത നായരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
सकलशास्त्र निगमागमसारं जनन मरण भय शोकविदूरं सकलशास्त्र निगमागमसारं जनन मरण भय शोकविदूरं सकलशास्त्र निगमागमसारं जनन मरण भय शोकविदूरं सकलशास्त्र निगमागमसारं विवरे रामरसं रसने विवरे रामरसं 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 दूरीकृत पातकसंसर्गं पूरितनानावितफलवर्गं 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 पूरितनानावितफलवर्गं जय राम राम रघुराम राम जय राम राम रघुराम जय राम राम रघुराम राम जय राम
വചനാമൃതസാരം ബ്രഹ്മാനന്ദ ഗുണാധികസാരം പിബരേ രാമരസം രസനെ പിബരേ രാമരസം പിബരേ രാമരസം ജയ രാമ രാമ രഘുരാമ രാമ ജയ രാമ രാമ രഘുരാമ ജയ രാമ രാമ രഘുരാമ രാമ ജയ രാമ രാമ രഘുരാമ സീതാരാമ രാമ രഘുരാമ രാമ രഘുരാമ ജയ രാമ രാമ രഘുരാമ ഇത്രയും മനോഹരമായ ആത്മീയതയും സാംസ്കാരികതയും നിറഞ്ഞ ഒരു രാത്രി നമുക്ക് സമ്മാനിച്ച എല്ലാ അതിഥികൾക്കും എല്ലാ കലാകാരന്മാർക്കും ദർശകരായ നിങ്ങൾക്കോരോരുത്തർക്കും ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇത് പാഞ്ചജന്യം, ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും ശബ്ദമാകട്ടെ. അടുത്ത ഒരു ദിവസവുമായി നാളെ കാണുന്നത് വരെ ജയ് ശ്രീറാം.